പള്ളിപ്പണി എന്ന് പറയുന്നത് നിസ്സാരമല്ല. എത്രയോ നാളത്തെ അധ്വാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു അനുഭവം. തൈമറോങ്കര ശാലയം ഇടവക 22 വീടുകൾ മാത്രമുള്ള ഒരു കൊച്ചു ദേവാലയമാണ്. മാർത്തോമാ സഭയിൽ 1955 രൂപീകൃതമായിട്ടുള്ള ഒരു ചെറിയ കൂട്ടം. ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവഹിതമായാൽ നാളെ ഡിസംബർ മാസം 26-ാം തീയതി പ്രഭാതത്തിൽ 8 മണിക്ക് ഈ ദേവാലയത്തിൻ്റെ കൂദാശ നിർവഹിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കരുതിയവരുണ്ട്, പ്രോത്സാഹിപ്പിച്ചവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാളത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയ മുറ്റത്ത് നിൽക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യത്തിലൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാളത്തെ ദിനം തൈമറോങ്കര ശാലയം മാർത്തോമാ ഇടവകയ്ക്ക് ഈ ദേശത്തിനും ഏറ്റവും സന്തോഷമുള്ളതും അനുഗ്രഹകരമായ ഒരു ദിവസമാണ്. കാരണം നാളെ തൈമറോങ്കര ശാലയം മാർത്തോമാ ഇടവകയുടെ കൂദാശ നിർവഹിക്കപ്പെടുകയാണ്. ഞാൻ റോബിൻ തോമസ്, ഇപ്പോൾ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ യൂത്ത് ചാപ്ലൈനായിട്ട് ട്രിവാൻഡ്രത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് ഓതറ എന്ന കൊച്ചു ഗ്രാമത്തിലെ എൻ്റെ ഇടവകയാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം നിർമ്മിക്കുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെറും 22 കുടുംബങ്ങൾ മാത്രമുള്ള ഈ ദേവാലയം ഇങ്ങനെ മനോഹരമായി ഈ ഒരു ഗ്രാമത്തിൽ, ഇങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്ത് ഒന്ന് പുതുക്കി പണിയുവാൻ ഇടയായല്ലോ. ദൈവത്തിന് ഒത്തിരി നന്ദി കരയറ്റുന്നു, ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്രായങ്ങളിലൊക്കെ ഇവിടെ സൺഡേ സ്കൂൾ പഠിക്കുവാൻ, യുവജന സഖ്യത്തിന് പഠിക്കുവാൻ, നേതൃത്വം നൽകുവാനൊക്കെ ഇടയായി. പ്രത്യേകിച്ച് കർത്താവിനെ ഒത്തിരി അറിയുവാൻ ഈ ഒരു ദേവാലയം മുഖാന്തരമായി തീർന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നാളത്തെ വിശുദ്ധ കൂദാശയ്ക്കായിട്ട് ഒരുക്കപ്പെടുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ തീർച്ചയായിട്ടും ഈ വലിയ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന സ്നേഹത്തോടെ ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് രഞ്ജു തോമസ് രാജു. ഞാനിപ്പോൾ ഈ ഇടവകയിൽ നിന്നുള്ളതായ അച്ഛനാണ്. ഇപ്പോൾ ഈറോഡ് മാർത്തോമാ കോൺഗ്രിഗേഷൻ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളുടെ തൈമറോങ്കര ശാലയം മാർത്തോമാ ഇടവക ഒരു ചെറിയ ഇടവകയാണ്. എന്നാൽ എല്ലാവരും വളരെയധികം സഹായിക്കുകയും എല്ലാവരുടെയും വലിയൊരു കഠിന പ്രയത്നമാണ് ഇന്ന് ഈ ദേവാലയം ഇപ്രകാരമായി തീരുവാനായിട്ട് ദൈവം ഇടയായി തീർത്തത്. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. 20 വീട്ടുകാർ മാത്രമുള്ളതായ ഈ ദേവാലയത്തിൽ ദൈവം നൽകിയതായ വലിയ കരുതലിൻ്റെ ഫലമാണ് പ്രകാരം പൂർത്തീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. നാളെ നടക്കുന്നതായ കൂദാശയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് നേരുകയും ചെയ്യുന്നു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫർഗൻ മെത്രാപ്പൊലിത്ത തിരുമേനിയാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഇടവകയിലേക്ക്, ഈ മഹത്തായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് തോമസ് ചാക്കോ. ഞാൻ തൈമറോങ്കര ശാലയം മാർത്തോമാ ഇടവകയുടെ ട്രസ്റ്റിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. 22 വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ കൂട്ടം ഒരു വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു റിസ്ക് ആയിരുന്നു. എങ്കിലും ഞങ്ങളെ ആ റിസ്ക് ഏറ്റെടുത്തു. നമ്മുടെ ഈ വാതിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് തേക്കിലേക്ക് നമുക്ക് അടുത്തുള്ള ഒരു ഇടവകയായ സെൻറ്റ് പോൾസ് ഇടവക നമുക്ക് സ്പോൺസർ നൽകിയതാണ്. ഇതിൽ ബൈബിളിൻ്റെ കൊത്തുവർക്കുകൾ, മുന്തിരി കൊലയുടെ കൊത്തുവർക്കുകൾ, അതുപോലെ തന്നെ മെഴുകുതിരി കൊത്തുവർക്കുകളൊക്കെയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ തേക്കിലെ മനോഹരമായ ഒരു കഥക നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഇടവകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഹൈലൈറ്റാണ് ഈ HVS ഫാന്, ഐമാഷ് ഫാന്. ഇത് ഒരു വ്യക്തി സ്വന്തമായിട്ട് നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. മൈക്ക് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ MGM സൗണ്ട്സ് നമുക്ക് വേണ്ടിയിട്ട് നല്ല ഒരു സിസ്റ്റം ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിമം ബഡ്ജറ്റിലെ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി അവരത് വർക്ക് നടത്തിക്കൊണ്ട് ഇരിക്കുന്നു. എന്നാൽ മാനുഷികമായി നോക്കിയാൽ ഇത് അസാധ്യമെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും മനോഹരമായ ഇത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവരുടെ കരുതൽ, സ്നേഹം അതൊരു വളരെ വലുതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാം ഈ ഇടവകയിലുള്ളവരുടെ ഒരു ഒത്തൊരുമ, അവരുടെ അധ്വാനമാണ്, അവരുടെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയും കരുതലും സഹകരണവും ഒക്കെയാണ് ഈ ദേവാലയം ഇങ്ങനെയായി. പ്രത്യേകിച്ച്
ഈ ഒരു ദേശത്തെ ഈ ചുറ്റുപാടുകളിലുള്ള സഭകൾ, പ്രത്യേകിച്ച് മാർത്തോമ സഭയിലെ ഇടവകകൾ, പ്രിയപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ ഒരു കരുതൽ, സ്നേഹം, അതുമൊക്കെയാണ് ഈ ഇടവക ഇപ്രകാരം, ദേവാലയം ഇപ്രകാരം പൂർത്തീകരിക്കാനായിട്ട് സാധ്യമായി തീർന്നത്. തുടർന്നും എല്ലാവരുടെയും കരുതലും സ്നേഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ വശം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു പഴമയുടെ ഒരു ഇതിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഒരു വെട്ടുകല്ലിൻ്റെ ടൈൽസ്. അത് ഞങ്ങൾ ഇത് ഓരോ പ്ലാനിനും നമ്മുടെ വികാരിയച്ഛൻ്റെ ഓരോ നേതൃത്വം, ഓരോന്നും എവിടെ എന്തൊക്കെ വരണം എന്നുള്ളത്, ഈ ഗ്ലാസ് വർക്കാണെങ്കിലും ടൈൽ വർക്കാണെങ്കിലും എല്ലാം അച്ഛൻ്റെ ഒരു കഴിവ്, അച്ഛൻ്റെ ഒരു മനസ്സിൽ ഉള്ള ഐഡിയാസാണ് പലതും നമ്മുടെ എൻജിനീയർ, ഞങ്ങളുടെ പ്രിയാഞ്ചോ, അത് വരച്ച് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അനേകരെ ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. അവർക്കൊക്കെ നാളെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിലും DSMCയുടെ ലൈവ് ടെലികാസ്റ്റിംഗ് നാളെ നടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കിട്ടാത്തവർ DSMCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് ലഭിക്കും. അതൊക്കെ കണ്ട് ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം. അതോടൊപ്പം കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വരിക. ഈ തൈമറങ്കരയുടെ ഈ ഒരു ഭംഗി, ഈ ഒരു നാട് ഇനിയും കാണാത്തവർ ഈ തൈമറങ്കര ദേവാലയത്തിൻ്റെ കുദാശയോടനുബന്ധിച്ച് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.